സർക്കാരിന്റെ ഡൽഹി സമരം കൊണ്ട് കേന്ദ്ര തീരുമാനങ്ങൾക്ക് മാറ്റം വന്നില്ലെങ്കിലും വിഷയം രാഷ്ട്രീയ ചർച്ചയാക്കാമെന്നാണ് ഇടതുമുന്നണിയുടെ കരുതൽ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിലെ കോൺഗ്രസിനെയും ബിജെപിയെയും പ്രതിരോധത്തിലാക്കാമെന്നും സിപിഎം കണക്കുകൂട്ടുന്നു. ഫെഡറൽ തത്വങ്ങൾ അപ്പാടെ ലംഘിച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള വിഷയം ഉയർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടക്കുന്നത്. ഇങ്ങനെ ഒരു അസാധാരണവും അപൂർവമായ സമരം കൊണ്ട് കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമെന്നോ കേരളത്തിന്റെ വായ്പാ പരിധിയിൽ വർധന വരുത്തുമെന്നോ കേരള സർക്കാർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിനപ്പുറമുള്ള ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിനുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാർ ചില സംസ്ഥാനങ്ങളോട് വിവേചനപൂർണമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു ചർച്ച ദേശീയ തലത്തിലടക്കം ഉയർത്തിക്കൊണ്ടുവരാനും അതിന്റെ മുന്നിൽ നിൽക്കാനും കേരള സർക്കാരിന് അല്ലെങ്കിൽ പിണറായി വിജയന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ NDA BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ലാളനയും ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് പീഡനവും എന്നുള്ളതാണ് നയം എന്ന് ചൂണ്ടിക്കാണിക്കുകയും ഈ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതവും അല്ലെങ്കിൽ NDA ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതവും തമ്മിലുള്ള വ്യത്യാസം ദേശീയ തലത്തിലടക്കം ചർച്ചയാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാന നേട്ടം. മറ്റൊന്ന്, കേരളത്തിലെ കോൺഗ്രസിനെയും UDF-നെയും കൂടി പ്രതിരോധത്തിലാക്കാൻ കഴിയുന്നു എന്നതുകൂടിയാണ്. കേരളത്തിന്റെ ഈ പൊതുസമരത്തിന് അല്ലെങ്കിൽ സമാനമായ രീതിയിലേക്ക് കർണാടക സമരം ചെയ്തു കഴിഞ്ഞു. ഈ സമരത്തിന് മമതാ ബാനർജി അടക്കമുള്ള അല്ലെങ്കിൽ സ്റ്റാലിൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ കെജ്രിവാളിന്റെയും പഞ്ചാബിന്റെയും അടക്കമുള്ള പിന്തുണ ലഭിക്കുന്നു. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ ഈ സമരത്തിനെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ സമാനമായ വിഷയം ഉയർത്തുന്നു. അത്തരമൊരു വിഷയത്തിൽ BJP-ക്കെതിരെ NDA-ക്കെതിരെ സമരം ചെയ്യാനുള്ള ഒരു വലിയ നീക്കത്തിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസും UDF-ഉം മാറി നിൽക്കുന്നു എന്നത് രാഷ്ട്രീയമായി കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുക എന്ന ലക്ഷ്യം കൂടി CPM-നും ഇടത് മുന്നണിക്കുമുണ്ട്. BJP വിരുദ്ധ നീക്കങ്ങളിൽ സമരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്, ചാമ്പ്യനായി നിൽക്കുന്നത് സ്വാഭാവികമായും ഇടതുമുന്നണിയാണ് എന്നത് സാധാരണ വോട്ടർമാർക്കിടയിൽ അല്ലെങ്കിൽ BJP വിരുദ്ധ വോട്ടുകൾക്കിടയിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾക്കിടയിൽ അടക്കം സ്വാധീനമുണ്ടാക്കാൻ കഴിയും എന്നതുകൂടി കേരളത്തിലെ ഇടതുമുന്നണി മുന്നിൽ കാണുന്നുണ്ട്. ഇത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഈ സമരത്തിന് പിന്നിലുണ്ട്.